അക്ഷരങ്ങൾക്കൊപ്പം അതിജീവനത്തിന്റെ പാഠം കൂടി പകരുകയാണ് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ. എടയൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പലസിറ്റിയിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കായി നിർമ്മിച്ച സ്നേഹവീട് ഇനി ആ കുടുംബത്തിന് സുരക്ഷിതമായ തണലാകും. 700 സ്ക്വയർ ഫീറ്റിൽ 7 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് NSS യൂണിറ്റ് ഈ മനോഹരമായ വീട് ഒരുക്കിയത്. തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര വീടിന്റെ താക്കോൽ കൈമാറി. നമുക്കറിയാം ഈ ഒരു ഭവനം യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകുന്ന NSS യൂണിറ്റ് ഒക്കെ ഉള്ളപ്പോഴും അതിന് സഹായമായിട്ട് നിലനിൽക്കുന്ന PT അംഗങ്ങളാകട്ടെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അലുമിനി അസോസിയേഷൻ അംഗങ്ങളാകട്ടെ, ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധികളാകട്ടെ, സുമനസ്സുകളായ നമ്മുടെ നാട്ടുകാരാകട്ടെ, എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ അതിന്റെ പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ പൂർത്തിയായ ഈ ഒരു സ്നേഹഭവനമാകട്ടെ, മറ്റ് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു വരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ, അതൊക്കെ ഈ നാടിന്റെ മനോഹരമായ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ട് കൂടി കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ്, PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, മറ്റ് അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ മാസങ്ങൾ നീണ്ട കൂട്ടായ പരിശ്രമമാണ് ഈ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. വീട് സമർപ്പണത്തോടൊപ്പം തന്നെ കാരുണ്യത്തിന്റെ മറ്റൊരു കൈത്താങ്ങും അവിടെയുണ്ടായി. കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന +1 വിദ്യാർത്ഥിനിക്കുള്ള ചികിത്സാ സഹായത്തിന്റെ ആദ്യഘടവും സബ് കളക്ടർ വിതരണം ചെയ്തു. ലഹരിവിരുദ്ധ ബോധവൽക്കരണം, മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകൾ എന്നിങ്ങനെ ഈ 75ാം വാർഷിക വർഷത്തിൽ നിരവധി കർമ്മ പദ്ധതികളാണ് വിദ്യാലയം ഏറ്റെടുത്തിരിക്കുന്നത്. അടുത്ത വർഷം മറ്റൊരു അർഹമായ കുടുംബത്തിന് കൂടി സ്നേഹവീട് നിർമ്മിച്ചു നൽകാനുള്ള ഒരുക്കത്തിലാണ് ഈ മിടുക്കരായ വിദ്യാർത്ഥികൾ. പഠനത്തിനപ്പുറം സമൂഹത്തോടുള്ള പ്രതിബദ്ധത എങ്ങനെയായിരിക്കണമെന്ന് സ്വന്തം പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയാണ് വളാഞ്ചേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ. വരും വർഷങ്ങളിലും ഈ നന്മയുടെ പ്രയാണം തുടരുമെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ പറയുന്നു. ഒരു ദിവസം നമ്മളെ NSSന്റെ PO ആയ ഫ്രോഡി സാറ് നമ്മളൊരു കാര്യം വന്ന് ചോദിച്ചു, ഒരു കുട്ടിക്കൊരു വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു 3-4 ആൾക്കാരോട് ചോദിച്ചെങ്കിലും എല്ലാവരും ഒരു പോസിറ്റീവ് മറുപടിയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തീരുമാനിച്ചു, ഓക്കെ നമുക്ക് ചെയ്യാന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയും ക്യാഷും എല്ലാം കളക്ട് ചെയ്തിട്ട് വീടുണ്ടാക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നല്ല സന്തോഷമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. നമ്മളിന്ന് താക്കോൽദാനം കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറേ എല്ലാവരും കൂടിയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് സംഭവം റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ മാത്രമല്ല നമ്മളെ 75ാം വാർഷികത്തിന് നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് ബുക്ക് വിതരണവും പിന്നെ അങ്ങനെ ബുക്ക് സ്റ്റാളും ഒക്കെ വെച്ചിട്ടാണ് ക്യാഷൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരും ഓരോ വീട്ടിലുള്ള ഓരോ കട്ടകളൊക്കെ ഒരുക്കി വിട്ടിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്, ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഈ നിമിഷത്തിൽ ഞങ്ങൾ നല്ല പ്രൗഡായ മൂമെൻ്റ് ആണ്. കാരണം ഞങ്ങൾ യൂണിറ്റിലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീട് നിർമ്മാണം അതിൻ്റെ ഇന്ന് കൈമാറ്റം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വീട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, ഇത്ര പെട്ടെന്നൊക്കെ കഴിക്കാൻ പറ്റും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കൈമാറിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾ NSS യൂണിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രൗഡായ മൂമെൻ്റ് ആവും ഈ നിമിഷം. അത് ഞങ്ങൾ ഹാർഡ് വർക്കിന് കുറേ വീടുകൾ പോയിട്ട് പൈസ പിരിച്ചിട്ടും പിന്നെ ഇതിന് വേണ്ടി വാർഷികത്തിന് ഇതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ഇതിലേക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ബുക്ക് വിൽക്കലും അങ്ങനെ ഒരുപാട് കാര്യം ഇതിന് വേണ്ടി ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് ഏറ്റവും സന്തോഷമായ നിമിഷമാണ് ഈ നിമിഷം. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. എന്താണ് ബ്രൈഡ് ഇനി എപ്പോൾ റെഡിയാവാനാ? നറുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ളാകെ MX മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.